بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇമാം നവവി റഹ്മഹുള്ളയുടെ റിയാദുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിലെ മൻസൂറാത്തുകൾ അഥവാ പൊതുവായി പ്രത്യേകമായിട്ടുള്ള ഒരു കിതാബിന് കീഴിലല്ലാതെ പല ഹദീസുകൾ കൊടുത്തിട്ടുള്ള കിതാബിൽ അടുത്ത ഹദീസാണ് നമ്മൾ വായിക്കുന്നത്. وعن أبي هريرة رضي الله عنه قال كنا مع رسول الله صلى الله عليه وسلم في دعوة. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു ക്ഷണത്തിലായിരുന്നു. ഒരു ഭക്ഷണ സൽക്കാരത്തിൽ ക്ഷണത്തിന് വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു സദസ്സിലായിരുന്നു. ഫറുഫിഅ ഇലൈഹി അദ്ദിറാഉ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ഒരാടിന്റെ കുറക്, ആടിന്റെ മുന്നിലെ ആ കാലിന്റെ ആ ഭാഗത്തുള്ള മാംസം അത് വെച്ചു. വകാനത്തു അജിബുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആടിന്റെ മാംസങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ആ ഭാഗമായിരുന്നു. പല പണ്ഡിതന്മാരും തിബിന്റെ പണ്ഡിതന്മാരെല്ലാം ആടിന്റെ ശരീരത്തിലെ ഏറ്റവും മൃദുലമായതും ശരീരത്തിന് മനുഷ്യർക്ക് ഏറ്റവും ഗുണമുള്ള മാംസം ആ ഭാഗത്തെയാണെന്ന് വിശദീകരിച്ച് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നല്ല ഇഷ്ടമായിരുന്നു. ഫനഹസ മിൻഹാ നഹ്സതൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഒരു ഭാഗം എടുത്തുകൊണ്ട് കടിച്ചു ഭക്ഷിച്ചു. വഖാല, എന്നിട്ട് ആ സമയത്ത് പറഞ്ഞു, അന സയ്യിദുൻ നാസി യൗമൽ ഖിയാമ. ഞാൻ അന്ത്യനാളിൽ ജനങ്ങളുടെ നേതാവായിരിക്കും. സയ്യിദ് എന്ന് പറഞ്ഞാൽ നേതാവായിരിക്കും. ഹൽ തദ്റൂന മിമ്മാ ദാക. എന്നിട്ടൊപ്പമുള്ള ഒരു സദസ്സാണ്, ഭക്ഷണം കഴിക്കുന്ന ഒരു സദസ്സിലാണ്. അപ്പൊ ബാക്കിയുള്ള സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾക്ക് അറിയോ എന്തുകൊണ്ടാണ് ഞാൻ ജനങ്ങളുടെ നേതാവാകുന്നത് എന്ന്? അപ്പോ അവരൊന്നും മറുപടി അവർക്കറിയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞു, യജ്മഉല്ലാഹുൽ അവ്വലീന വൽ ആഖിരീന ഫീ സഈദിൻ വാഹിദ്. നാളെ യൗമുൽ ഖിയാമയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യക്കാരെയും അവസാനക്കാരെയും എല്ലാം ഒരുമിപ്പിക്കും, ഒരുമിച്ച് കൂട്ടും എല്ലാ മനുഷ്യരെയും. ഫയുബ്സിറുഹുമുൻ നാദിർ വയുസ്മിഉഹുമുദ് ദാഇ. ഒരാൾക്ക് നോക്കിയാൽ എല്ലാവരെയും കാണാൻ പറ്റുന്നത് പോലെ, അല്ലെങ്കിൽ ഒരാൾ വിളിച്ചാൽ എല്ലാവരും കേൾക്കാവുന്നത് പോലെ എല്ലാവരും അടുത്തിരിക്കുകയായിരിക്കും. വതദ്നു മിൻഹുമുശ് ശംസ്. അവരിലേക്ക് സൂര്യൻ വളരെയധികം അടുത്തിട്ടുണ്ടാകും, വളരെയധികം. ചില ഹദീസുകളിൽ ഒരു മീലോളം എന്ന് കാണാം. എന്താണ് ആ മീലിന്റെ അളവ് എന്നുള്ളത് ഉലമാക്കൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. സുറുമയുടെ കോലിന് മീൽ എന്ന് പറയാറുണ്ട്, അത്ര അടുത്താണെന്നും. അല്ലെങ്കിൽ അളവിന് മൈല് എന്നെല്ലാം നമ്മൾ പറയുന്ന അളവിന്റെ അത്ര അകലത്തിൽ, അല്ലെങ്കിൽ വളരെ അടുത്ത അളവിൽ തന്നെ സൂര്യൻ ഉണ്ടാകും, സൂര്യൻ അടുക്കും. ഫയബ്ലുഗു الناس من الغم والكرب ما لا يطيقون ولا يحتملون. ജനങ്ങൾ ആ മഹ്ശറയിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവർക്ക് അവരുടെ വിഷമവും ദുഃഖവും ഞെരുക്കവും എല്ലാം സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തായിട്ടുണ്ടാവും. ഫയഖൂലു الناس. അപ്പൊ ജനങ്ങൾ പരസ്പരം പറയും, അല്ലാ തറൗന മാ അൻതും ഫീഹി ഇലാ മാ ബലഗ്തും. നിങ്ങൾ കാണുന്നില്ലേ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന്? അലാ തൻദുറൂന മൻ യശ്ഫഉ ലക്കും ഇലാ റബ്ബിക്കും. നമുക്കൊരാളെ തേടിക്കൂടെ? റബ്ബിനോട് ഈ ഹിസാബ്, വിചാരണ ഒന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട്, ശുപാർശ ചെയ്യാൻ വേണ്ടി ആരെങ്കിലും നമുക്ക് നോക്കിക്കൂടെ എന്ന് പരസ്പരം പറയും. ഫയഖൂലു ബഅ്ദു الناس ലിബഅദ്. അങ്ങനെ അവരിൽ ചിലർ മറ്റു ചിലരോട് പറയും, അബൂക്കും ആദം. നിങ്ങളുടെ ഉപ്പയായിട്ടുള്ള അഥവാ നമ്മുടെ പിതാവായിട്ടുള്ള ആദം നബിയോട് പോയി പറയാന്ന് പറയും. ഫയഅതൂനഹു ഫയഖൂലൂൻ. അങ്ങനെ അവർ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ എത്തുകയും അവർ പറയുകയും ചെയ്യും, യാ ആദമു അൻത അബുൽ ബശർ. ഏ ആദം, നിങ്ങൾ മനുഷ്യരുടെ പിതാവാണ്, എല്ലാ മനുഷ്യരുടെയും പിതാവാണ്. ഖലഖക അല്ലാഹു ബിയദിഹി. അല്ലാഹു തആല നിങ്ങളെ അല്ലാഹുവിന്റെ കൈകൊണ്ട് സൃഷ്ടിച്ചതാണ്. വനഫഖ ഫീക മിർ റൂഹി. അല്ലാഹു സൃഷ്ടിച്ച റൂഹുകളിൽ നിന്ന് നിങ്ങൾക്ക് റൂഹ് നൽകപ്പെട്ടതാണ്. വഅമറൽ മലായികത ഫസജദൂ ലക. മലക്കുകളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങളെ സുജൂദ് ചെയ്യണമെന്ന്.
വഅസ്കനകൽ ജന്ന, അല്ലാഹു നിങ്ങളെ സ്വർഗ്ഗത്തിൽ താമസിപ്പിച്ചതാണ്. അലാ തശ്ഫഉ ലനാ ഇലാ റബ്ബിക്, നിങ്ങളുടെ റബ്ബിന്റെ അടുത്ത് ഞങ്ങളുടെ വിഷയത്തിൽ ഒന്ന് ശുപാർശ ചെയ്തുകൂടെ എന്ന് അവരോട് ആദം നബി അലൈഹി ഇസ്ലാമിനോട് ജനങ്ങൾ പറയും. ഇത് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രത്യേകതകളാണ് ആദ്യം പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ കൈകൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ള ആദ്യ മനുഷ്യനായിട്ടുള്ള സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിട്ടുള്ള മലക്കുകൾ സുജൂദ് ചെയ്തിട്ടുള്ള ആളാണ് ആര്? ആദം നബി അലൈഹി ഇസ്ലാം. അപ്പൊ ആ ഒരു ശ്രേഷ്ഠത പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ കുറച്ച് സ്ഥാനം ഉണ്ടാവുമല്ലോ. അപ്പൊ ആ രീതിയിൽ ഒന്ന് ശുപാർശ ചെയ്തുകൂടെ. അലാ തറാ ഇലാ മാ നഹ്നു ഫീഹി വമാ ബലഗ്ന, നിങ്ങൾ കാണുന്നില്ല ഞങ്ങൾ ഏതൊരു അവസ്ഥയിലാണെന്ന്. മഹ്ശറയിലെ നൃത്തം ഭയാനകമായിരിക്കും. കാരണം അത്രയധികം ആളുകൾ അത്രയും സൂര്യനടുത്ത് വളരെയധികം ബുദ്ധിമുട്ടിലായിരിക്കും നിൽക്കുന്നുണ്ടാവും. അവർ പറയാൻ കാണുന്നില്ലേ? ഫഖാല, അപ്പൊ ആദം നബി അലൈഹി സ്വലാം പറയും, ഇന്ന റബ്ബി ഗളിബൽ യൗമ ഗളബൻ ലം യഗ്ളബ് ഖബ്ലഹു മിസ്ലഹു വലൻ യഗ്ളബ് ബഅദഹു മിസ്ലഹു. എന്റെ റബ്ബ് തീർച്ചയായിട്ടും ഇന്ന് അതിയായ കോപത്തിലാണ്. ഇതുപോലെ ഇതിനു ശേഷമോ ഇതിനു മുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല കോപിക്കുകയില്ല, കോപിച്ചിട്ടുമില്ല. വഇന്നഹു നഹാനി അനി ശജറ ഫഅസൈതു, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോടൊരു വൃക്ഷത്തെ തൊട്ട് വിരോധിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ആ വിരോധനം ധിക്കരിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നമുക്കറിയാം. സ്വർഗത്തിൽ ഒരു വൃക്ഷം വിരോധിച്ചു, ആദം നബി അലൈഹി ഇസ്ലാം അതിന്ന് ഭക്ഷിക്കുകയും ചെയ്തു. അള്ളാഹുവിനെ എതിർത്താണ്, അള്ളാഹുവിന്റെ വിരോധനം ചെയ്തു പോയതാണ്. അപ്പൊ ഞാനത് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. നഫ്സി നഫ്സി നഫ്സി, ആദം നബി അലൈഹി ഇസ്ലാം പറയും, എന്റെ കാര്യം, എന്റെ സ്വന്തത്തിന്റെ കാര്യം നിന്റെ പ്രശ്നത്തിലാണ്. ഇദ്ഹബു ഇലാ ഗൈരി, നിങ്ങൾ വേറൊരാളുടെ അടുത്തേക്കെങ്കിലും പോണം. ഇദ്ഹബു ഇലാ നൂഹൻ, നിങ്ങൾ നൂഹിന്റെ അടുത്തേക്ക് പോയിക്കോ എന്ന് പറയും. ഫയഅതൂന നൂഹൻ, അങ്ങനെ അവർ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്തേക്ക് എത്തും. ഫയഖൂലൂൻ, എന്നിട്ട് പറയും, യാ നൂഹ്, ഏ നൂഹ്, അൻത അവ്വലുർ റുസുലി ഇലൽ അർദ്, നിങ്ങൾ ആദ്യത്തെ റസൂലാണ്. നമുക്കറിയാം ആദം നബി അലൈഹി ഇസ്ലാം ആദ്യത്തെ നബിയാണ്. ആദ്യത്തെ റസൂൽ ആരാണ്? നൂഹ് നബി അലൈഹി ഇസ്ലാമാണ് ആദ്യത്തെ റസൂലാണ്. വഖദ് സമ്മാക അല്ലാഹു അബ്ദൻ ശകൂറ, നിങ്ങളെ പറ്റി അല്ലാഹു തആല പറഞ്ഞത് അബ്ദൻ ശകൂറൻ എന്നാണ്. അലാ തറാ ഇലാ മാ നഹ്നു ഫീഹി, ഞങ്ങളുടെ അവസ്ഥകൾ കാണുന്നില്ലേ? അലാ തറാ ഇലാ മാ ബലഗ്ന അലാ തശ്ഫഉ ലനാ ഇലാ റബ്ബിക്, ഞങ്ങളുടെ ഈ അവസ്ഥയെന്ന് ഒന്ന് കരകയറാൻ നിങ്ങൾക്ക് ശുപാർശ നടത്തിക്കൂടെ റബ്ബിന്റെ അടുക്കൽ. ഫയഖൂൽ, അപ്പൊ നൂഹ് നബി അലൈഹി ഇസ്ലാം പറയും, ഇന്ന റബ്ബി ഗളിബൽ യൗമ ഗളബൻ ലം യഗ്ളബ് ഖബ്ലഹു മിസ്ലഹു, എന്റെ റബ്ബ് വലൻ യഗ്ളബ് ബഅദഹു മിസ്ല, ഇതുവരെ കോപിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഇനി അങ്ങോട്ടൊരിക്കലും കോപിക്കാത്ത രീതിയിൽ അള്ളാഹു കോപിക്കുന്ന ദിവസമാണെന്ന് എന്ന് പറയും. വഇന്നഹു ഖദ് കാനത് ലി ദഅവത്തുൻ ദഅൗതു ബിഹാ അലാ ഖൗമി, ഞാനൊരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് എന്ന നിലക്ക് നൂഹ് നബി അലൈഹി സ്വലാം പറയും, എന്റെ ഖൗമിനെതിരായിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ദുആ ചെയ്തിട്ടുണ്ട്. നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ ഖൗമിനെ നശിപ്പിച്ചു കളഞ്ഞല്ലോ. നൂഹ് നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തിട്ടാണ്. അപ്പോ ഞാൻ എന്റെ ഖൗമിനെതിരെ തന്നെ, ഒരു റസൂല് ആ ഖൗമിന്റെ എതിരെ തന്നെ ദുആ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊരു തെറ്റായിട്ടാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ട്. നഫ്സി 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 ഇദ്ഹബു ഇലാ ഗൈരി ഇദ്ഹബു ഇലാ ഇബ്രാഹിം, എന്റെ കാര്യം തന്നെ ഞാൻ ഭയപ്പാടിലാണ്, നിങ്ങൾ ഇബ്രാഹിമിന്റെ അടുക്കിലേക്ക് പോയിക്കോളാൻ പറയും. ഫയഅതൂന ഇബ്രാഹിമ ഫയഖൂലൂൻ, ജനങ്ങൾ അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കിലേക്ക് എത്തും. എന്നിട്ട് പറയും, യാ ഇബ്രാഹിം, ഇബ്രാഹിം, അൻത നബിയുല്ലാഹി വ ഖലീലുഹു മിൻ അഹ്ലിൽ അർദ്, നിങ്ങൾ അള്ളാഹിന്റെ നബിയും അള്ളാഹുവിന്റെ ഖലീലുമാണ്. ഉന്നതമായ സ്ഥാനമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ, അള്ളാഹുവിന്റെ ഖലീലുമാണ്. ഇശ്ഫഅ ലനാ ഇലാ റബ്ബിക്, നിങ്ങൾ റബ്ബിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ നടത്തണം. അലാ തറാ ഇലാ മാ നഹ്നു ഫീഹി, ഞങ്ങളുടെ അവസ്ഥകൾ കാണുന്നില്ലേ? ഫയഖൂലു ലഹും, അവരോട് പറയപ്പെടും, ഇന്ന റബ്ബി ഖദ് ഗളിബൽ യൗമ ഗളബൻ ലം യഗ്ളബ് ഖബ്ലഹു മിസ്ലഹു, എന്റെ റബ്ബ് ഇതുവരെ കോപിക്കാത്ത രീതിയിൽ ഇന്ന് കോപിക്കുന്ന ദിവസമാണ്. വലം യഗ്ളബ് ബഅദഹു മിസ്ല, ഇതിനു ശേഷവും ഇതുപോലെ ഒരു കോപിക്കില്ല. വഇന്നി കുൻതു കദബ്തു സലാസ കദിബാത്, ഞാൻ 3 തവണ കളവ് പറഞ്ഞു പോയിട്ടുണ്ട്, ഞാൻ 3 തവണ കളവ് പറഞ്ഞു പോയിട്ടുണ്ട് എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയും. ഏതാണ് 3 സന്ദർഭങ്ങൾ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കളവ് എന്ന് പറയുന്നത് തൗരിയയാണ്. തൗരിയ എന്ന് പറഞ്ഞാല് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വാക്ക്. എന്നാൽ അതിനെ ശരിയായ രീതിയിലും സത്യമായ രീതിയിലും വ്യാഖ്യാനിക്കാൻ സാധിക്കും. പക്ഷെ കേട്ട് കഴിഞ്ഞാൽ നേരിട്ട് കളവായി തോന്നുന്ന രീതിയിൽ. 3 സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, തന്റെ സമൂഹം ഒരു ആഘോഷവുമായി ബന്ധപ്പെട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അവരോട് പറയുന്നുണ്ട്, ഇന്നി സഖീം, ഞാൻ രോഗിയാണ്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അപ്പൊ രോഗമുണ്ടോ? ഇല്ല, അവരോടൊപ്പം പോവാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ അതിനെ പറയുന്നത് കൽബിന് ബാധിച്ച രോഗം എന്ന അർത്ഥത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞത്. അവർ ശിർക്കിലും കുഫറിലാണ് പോണത്.
അപ്പൊ അതുകൊണ്ട് എന്റെ കൽബിന് രോഗം ബാധിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു സന്ദർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവര് പോയപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇവർ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ആ വിഗ്രഹങ്ങളുടെ, ചെറിയ വിഗ്രഹങ്ങളുടെ എല്ലാം തല അറുത്ത് കളയുന്ന, മുറിച്ച് കളയുന്ന, തല്ലി തകർക്കുന്ന അവസ്ഥ ചെയ്തു. എന്നിട്ട് വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ ഒരു കോടാലി തൂക്കുകയും ചെയ്തു. അങ്ങനെ ആളുകൾ വന്നിട്ട് ഇബ്രാഹിമാണ് ചെയ്തിട്ടുണ്ടാവുക എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മറുപടി പറഞ്ഞ എന്താണ്? കബീറുഹും, അതാ വലിയ ആളതാ കോടാലി കഴുത്തിലിട്ടിരിക്കുന്നു, അയാളായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്ന് പറഞ്ഞു. അത് രണ്ടാമത്തെ ഒരു കാര്യം. മൂന്നാമത്തേത്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തന്റെ പത്നിയായ സാറാ ബീവിയുമായിട്ട് യാത്ര പോകുന്ന സന്ദർഭത്തിൽ ഒരു കാഫിറായിട്ടുള്ള രാജാവ് തെറ്റായ രീതിയിൽ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ സാറാ ബീവി ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇതെന്റെ അനിയത്തിയാണ്, ഹാദിഹി ഉഖ്തി എന്ന് പറയുന്നുണ്ട്. പത്നിയാണ്. ഉഖ്തി എന്നുള്ളത് ഈമാന്റെയോ അല്ലെങ്കിൽ മനുഷ്യരുടെയോ നിലക്കുള്ള സാഹോദര്യം എന്നുള്ള നിലക്ക് ഉഖ്തി എന്ന സഹോദരിയാണെന്ന് പറയുന്നുണ്ട്. ഈ മൂന്ന് സന്ദർഭങ്ങളാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കളവായിട്ട് പറഞ്ഞു എന്ന് ഇവിടെ പറയുന്നത്. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയും, നഫ്സി നഫ്സി നഫ്സി, എന്റെ സ്വന്തം കാര്യം ആലോചിച്ച് പറയും. ഇദ്ഹബു ഇലാ ഗൈരി, വേറെ ആരുടെ പോയിക്കോളൂ. ഇദ്ഹബു ഇലാ മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കിലേക്ക് പോയിക്കോളൂ. ഫയഅ്തൂന മൂസ, അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്തെത്തും. ഫയഖൂലൂൻ, അവിടെ പറയും, യാ മൂസ അൻത റസൂലുള്ളാഹ്, മൂസ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്. ഫദല്ലക അല്ലാഹു ബിരിസാലാതിഹി വബികലാമിഹി അലന്നാസ്, ഫദല്ലക അല്ലാഹു ബിരിസാലാതിഹി വബികലാമിഹി അലന്നാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റിസാലത്ത് നൽകിയിട്ടും അല്ലാഹു നിങ്ങളോട് സംസാരിച്ചിട്ടും ജനങ്ങളിൽ നിങ്ങൾക്ക് ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. ഇശ്ഫഅ ലനാ ഇലാ റബ്ബിക്, നിങ്ങൾ റബ്ബിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശ നടത്തണം. അലാ തറ ഇലാ മാ നഹ്നു ഫീഹി, ഞങ്ങൾ അവസ്ഥകൾ കാണുന്നില്ലേ? ഫയഖൂൽ, അപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാമും മുമ്പ് പറഞ്ഞ അതേ വാക്കുകൾ പറയും. ഇന്ന റബ്ബി ഖദ് ഗളിബ അൽ-യൗമ ഗളബൻ ലം യഗ്ളബ് ഖബ്ലഹു മിസ്ല വലൻ യഗ്ളബ് ബഅദഹു മിസ്ല വഇന്നി ഖദ് ഖതൽതു നഫ്സൻ ലം ഉമർഹു ബിഖത്ലിഹാ, ഞാൻ ഒരാളെ കൊന്നുപോയിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാം ഖിബ്തിയായിട്ടുള്ള ഒരാളെ ഒരു വിഷയത്തിന്റെ, ഒരു കിബ്തിയും അതുപോലെ തന്നെ ബനൂ ഇസ്രായേൽപ്പെട്ട ഒരാളും പ്രശ്നം ഉണ്ടാവുമ്പോൾ അതിന്റെ ഇടപെട്ടിട്ട് തന്നോട് കൽപ്പിക്കപ്പെടാതെ തന്റെ ഒരു കയ്യബദ്ധം എന്ന നിലക്ക് എന്തുണ്ടായിട്ടുണ്ട്? ഒരാളെ വധിച്ചു പോയിട്ടുണ്ട്. അത് മൂസാ നബി അലൈഹി സ്വലാം തൗബ ചെയ്യുകയും അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്തു എന്ന് അള്ളാഹു തആല ഖുർആനിലൂടെ പഠിപ്പിച്ചതാണ്. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാം ചെയ്തു പോയ ആ തെറ്റിന്റെ ഗൗരവം ആലോചിച്ച് പറഞ്ഞു, ഞാൻ ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ട്. നഫ്സി നഫ്സി നഫ്സി, തന്റെ സ്വന്തം കാര്യം പറയാണ്. ഇദ്ഹബു ഇലാ ഗൈരി, വേറെ ആരുടെയും പോയിക്കോളാൻ പറയും. ഇദ്ഹബു ഇലാ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കിലേക്ക് പോയിക്കോളൂ. ഫയഅ്തൂന ഈസാ ഫയഖൂലൂൻ, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കിലെത്തും. എന്നിട്ട് പറയും, യാ ഈസാ, ഏ ഈസാ അൻത റസൂലുള്ളാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്. വകലിമതുഹു അൽഖാഹാ ഇലാ മറിയം, മറിയമിലേക്ക് ഇട്ടുകൊടുത്ത അല്ലാഹുവിന്റെ വചനമാണ്. വറൂഹും മിൻ, അല്ലാഹു സൃഷ്ടിച്ച റൂഹുകളിൽ നിന്നൊരു റൂഹാണ്. വകല്ലംത അന്നാസ ബിൽ മഹ്ദി, നിങ്ങൾ തൊട്ടിലായിരിക്കുമ്പോൾ തന്നെ ജനങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഇശ്ഫഅ ലനാ ഇലാ റബ്ബിക്, നിങ്ങൾ റബ്ബിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യണം. അലാ തറ ഇലാ മാ നഹ്നു ഫീഹി, ഞങ്ങളുടെ അവസ്ഥകൾ കാണുന്നില്ല എന്ന് പറയും. അപ്പോഴും ഈസാ നബി അലൈഹി സ്വലാം അതേ മറുപടി പറയുന്നുണ്ട്. അള്ളാഹു കോപിക്കുമെന്നുള്ളത്. എന്നിട്ട് പറയും, വലം യദ്കുർ ദംബൻ, തെറ്റൊന്നും പറയുന്നില്ല. എന്താണ് തെറ്റ് എന്ന് പറയുന്നില്ല. പക്ഷെ ഈസാ നബി അലൈഹി സ്വലാം ഭയപ്പെടുന്ന കാര്യം എന്താണ്? ഈസാ നബി അലൈഹി സ്വലാം പരലോകത്ത് ഭയപ്പെടുന്ന മറ്റ് ഹദീസുകളിലും ആയത്തുകളിലും വന്നിട്ടുണ്ട്. എന്താണ് കാര്യം? ഈസാ നബി അലൈഹി സ്വലാമിനെ അള്ളാഹുവിന്റെ മകനാക്കി നസാറാക്കൾ ആരാധിച്ചു. അത് ഈസാ നബി അലൈഹി സ്വലാം വളരെ ഭയപ്പെട്ടിരുന്ന ഒരു കാര്യമാണ്. അള്ളാഹു ചോദിക്കുവോ, അള്ളാഹു ഞാൻ പറഞ്ഞിട്ടാണോ അവരത് ചെയ്തത് എന്ന നിലക്ക് ഈസാ നബി അലൈഹി സ്വലാം ഭയപ്പെട്ടിട്ടുണ്ട്. നഫ്സി നഫ്സി നഫ്സി, തന്റെ സ്വന്തം കാര്യം പറയും. ഇദ്ഹബു ഇലാ ഗൈരി, ഇദ്ഹബു ഇലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എങ്ങോട്ട് പോയിക്കോളൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് പോകാൻ പറയും. ഉലുൽ അസ്മിൽപ്പെട്ട നബിമാരുടെ അടുത്തേക്കാണ് ജനങ്ങൾ പോണത്, ശ്രേഷ്ഠരായ റസൂലുകളുടെ അടുത്തേക്കാണ്. അതിൽ അവസാനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് എത്തും. ഫയഅ്തൂന ഫയഖൂലൂൻ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലെത്തി പറയും, യാ മുഹമ്മദ്, മുഹമ്മദ് അൻത റസൂലുള്ളാഹ് വഖാതമുൽ അംബിയാ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലും നബിമാരിൽ അവസാനത്തെ റസൂലുമാണ്. വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങളെല്ലാം പുറത്തു തന്നിട്ടുണ്ട്. ഒരാൾക്ക് മാത്രമേ അതുള്ളൂ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കല്ലാതെ മറ്റൊരാൾക്കും അള്ളാഹു നൽകാത്തൊരു കാര്യമാണ് മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങളെല്ലാം പുറത്തു കൊടുത്തു എന്നുള്ളത്. നബിക്ക് മാത്രം പ്രത്യേകതപ്പെട്ടതാണ്. ഇശ്ഫഅ ലനാ ഇലാ റബ്ബിക്, നിങ്ങൾ റബ്ബിന്റെ അടുക്കൽ നിന്ന് ശുപാർശ ചെയ്യാണ് ഞങ്ങൾക്ക്. അലാ തറാ ഇലാ മാ നഹ്നു ഫീഹി, ഞങ്ങൾ അവസ്ഥ കണ്ടില്ലേ. فأنطلق فآتي تحت العرش فأقع ساجدا لربي. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആ ജനങ്ങളുടെ നിന്ന് പോയിട്ട് അർശിന്റെ താഴെ പോകും, എന്നിട്ട് ഞാൻ സുജൂദിലായി കൊണ്ട് വീഴും. ثم يفتح الله عليه من محامده وحسن الثناء عليه شيئا لم يفتحه على أحد قبلي. അവിടെ സുജൂദിലായി കിടക്കുന്ന സന്ദർഭത്തിൽ ഇതുവരെ ഒരാൾക്കും പഠിപ്പിക്കപ്പെടാത്ത രീതിയിൽ, ഇതുവരെ ഒരു സൃഷ്ടിക്കും പഠിപ്പിക്കപ്പെടാത്ത രീതിയിൽ അള്ളാഹുവിനെ സ്തുതിക്കാനും അള്ളാഹുവിനെ മഹത്വപ്പെടുത്താനും അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അപ്പോൾ പഠിപ്പിച്ചു കൊടുക്കും, അല്ലെങ്കിൽ തോന്നിച്ചു കൊടുക്കും. അങ്ങനെ അവിടെ എന്ന് പറയും, അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മഹത്വപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും സുജൂദിലായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ثم يقال, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെടും, യാ മുഹമ്മദ്, ഏ മുഹമ്മദ്, ഇർഫഅ റഅസക്, നീ നിന്റെ തല ഉയർത്തിക്കോ. നീ ചോദിക്ക്, നിനക്ക് നൽകപ്പെടും. നീ ശുപാർശ ചെയ്തോ, നിന്റെ ശുപാർശ സ്വീകരിക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഞാൻ എന്റെ തല ഉയർത്തും. ഫഖൂൽ, എന്നിട്ട് ഞാൻ പറയും, ഉമ്മത്തി യാ റബ്ബ്, ഉമ്മത്തി യാ റബ്ബ്, ഉമ്മത്തി യാ റബ്ബ്, റബ്ബേ എന്റെ ഉമ്മത്ത്, എന്റെ ഉമ്മത്ത്, എന്റെ ഉമ്മത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. നമ്മൾ ആലോചിച്ചു നോക്കണം, മറ്റുള്ള എല്ലാ നബിമാരും അവരുടെ സമൂഹത്തിന്റെ കാര്യം നോക്കുന്നില്ല, ജനങ്ങൾ മൊത്തമായി വന്ന് നോക്കുന്നുണ്ട്. അവരെല്ലാവരും പറയുന്ന വാക്ക് നഫ്സി 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 എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പറയുന്നത് ഉമ്മത്തി, എന്റെ ഉമ്മത്ത്. എന്തൊരു ഫضലാണ്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലായി എന്നതിന്റെ ഫضൽ നമുക്ക് മനസ്സിലാവുന്ന പരലോകത്താണ്. അത് തന്നെ വലിയ നിഅമത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിലാക്കി എന്നത് തന്നെ വളരെ വലിയ നിഅമത്താണ്. അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. അത് മനസ്സിലാവുക നാളെ പരലോകത്താണ്. കാരണം പരലോകത്ത് ഈ സന്ദർഭത്തിൽ സ്വർഗത്തിൽ എത്രത്തോളം, ചില റിവായത്തുകളിൽ പകുതിയും അല്ലെങ്കിൽ 3/4 ഭാഗവും വളരെയധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തായിരിക്കും. ബാക്കി ഭാഗത്താണ് ബാക്കിയുള്ള ഉമ്മത്തുകൾ ഉള്ളത്. വിചാരണയ്ക്ക് വേണ്ടി ബാക്കിയുള്ള ഉമ്മത്തുകൾ നിൽക്കുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്താണ് ആദ്യം വരിക. ബാക്കിയുള്ള നബിമാരെ അവരുടെ ഉമ്മത്തുകൾ കളവാക്കുമ്പോൾ നബിമാരോട് ചോദിക്കും, ആരാണ് നിങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ളത്? നിങ്ങൾ റിസാലത്ത് എത്തിച്ചു കൊടുത്തോ? അല്ലെങ്കിൽ മറ്റുള്ള നബിമാരുടെ ജനങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് ഈ റസൂൽ റിസാലത്ത് എത്തിച്ചു തന്നോ? അപ്പൊ അവര് പറയും, ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ല. അപ്പൊ നൂഹ് നബി അലൈഹി ഇസ്ലാം അതുപോലെ ഓരോ നബിമാരോട് ചോദിക്കും, നീ എത്തിച്ചു കൊടുത്തില്ലേ? അവര് പറയും, എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. നബിമാർ ചോദിക്കും, ആരാണ് നിങ്ങൾ സാക്ഷികൾ? ആരാണ് നിങ്ങൾക്കുള്ള സാക്ഷികൾ? നബിമാരുടെ മറുപടി എന്താണെന്നറിയോ? ഉമ്മത്ത് മുഹമ്മദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്താണ്. ആര്? നമ്മൾ നൂഹ് നബിക്കും മറ്റുള്ള നബിമാർക്കും സാക്ഷിയായി നിൽക്കും, ഈ നബിമാർ എത്തിച്ചു കൊടുത്തു എന്ന്. അങ്ങനെ ഉമ്മത്ത് മുഹമ്മദിനെ വിളിക്കും, ചോദിക്കും, നൂഹ് നബി അലൈഹി സ്വലാം സമൂഹത്തിന് എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ? അവർ പറയും, എത്തിച്ചു കൊടുത്ത്. നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഞങ്ങളുടെ റസൂൽ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളത് സത്യപ്പെടുത്തി. ഞങ്ങളുടെ റസൂൽ ഞങ്ങളത് അറിയിച്ചിട്ടുണ്ട്, ഞങ്ങളത് സത്യപ്പെടുത്തുന്നു എന്ന് പറയും. അതാണ് ഉമ്മത്ത് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ. അതിന്റെ ഫضല് എത്രയോ ഹദീസുകളും റിവായത്തുകളും അതുപോലെ അസറുകളും ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുബ്ബ് മറ്റാരേക്കാളും നമുക്ക് ഉണ്ടാവണമെന്ന് പറയുന്നത്. മറ്റാരേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് ഹുബ്ബ് ഉണ്ടാവണമെന്ന് പറയുന്നത്. കാരണം അവിടുത്തോടുള്ള കടമ എത്ര പറഞ്ഞാലും എത്ര ചെയ്താലും നമ്മുടെ മാതാപിതാക്കളെക്കാൾ കൂടുതൽ നമ്മൾ ആലോചിച്ച് നോക്കി. നമ്മുടെ വളർത്തി വലുതാക്കിയതാരാണ്? അല്ലെങ്കിൽ അതിനുവേണ്ടി കഷ്ടപ്പെട്ടതാരാണ്? നമ്മുടെ ഉമ്മ എത്ര വേദന സഹിച്ചു, ഉമ്മ എത്ര കഷ്ടപ്പെട്ടു, എത്ര ഉറക്കമൊഴിച്ചു നമുക്ക് ഭക്ഷണം നൽകാനും നമ്മളെ വളർത്തി വലുതാക്കാനും. നമ്മുടെ ഉപ്പ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരോട് നമുക്ക് തോന്നുന്ന ഒരു ബാധ്യതയുണ്ടല്ലോ, അവരോട് നമുക്കുള്ള കടമയുണ്ടല്ലോ. അതും ദുനിയാവിന്റെ വിഷയത്തിലുള്ളൂ, ദുനിയാവിന്റെ വിഷയത്തിലാണ്. എന്നാൽ അതിനേക്കാൾ വലുതായിട്ടുള്ള നരകത്തീയിലേക്ക് വീഴാൻ പോകുന്ന നമ്മെ ഓരോരുത്തരെയും അരക്കെട്ട് പിടിച്ച് തിരിച്ചു വലിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ പരലോകത്തെ സംരക്ഷിക്കാൻ വേണ്ടി പണിയെടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബിയോട് നമുക്ക് എത്ര സ്നേഹം ഉണ്ടാവണം, എത്ര സ്നേഹം ഉണ്ടാവണം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഉമ്മത്തി, എന്റെ ഉമ്മത്ത്. ഫയുഖാൽ, അവിടുന്ന് പറയപ്പെടും, യാ മുഹമ്മദ്, ഏ മുഹമ്മദ്, അദ്ഖിൽ മിൻ ഉമ്മതിക മൻ ലാ ഹിസാബ അലൈഹിം മിനൽ ബാബിൽ ഐമൻ മിൻ അബ്വാബിൽ ജന്ന. നിന്റെ ഉമ്മത്തിൽ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളെ സ്വർഗത്തിന്റെ വലത് കവാടത്തിലൂടെ പ്രവേശിച്ചുകൊള്ളുക. വഹും ശുറകാഉൻ നാസി ഫീമാ സിവാ ദാലിക മിനൽ അബ്വാബ്. ആ കവാടത്തിലൂടെ പ്രത്യേകമായി കിടക്കുന്ന ആളുകൾ എന്നവർ. തുമ്മ ഖാല,
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് വല്ലദീ നഫ്സി ബിയദിഹി ഇന്നമാ ബൈനൽ മിസ്റാഇൻ മിൻ മസാരിഇൽ ജന്ന കമാ ബൈന മക്കത വഹജർ ഔ കമാ ബൈന മക്കത വബുസ്റ. മക്കയും ബസ്റയും തമ്മിലുള്ള വ്യത്യാസം എത്രയുണ്ടോ അതിനേക്കാൾ അത്രത്തോളം വ്യത്യാസമുണ്ട് സ്വർഗത്തിന്റെ ഒരു കവാടത്തിന്റെ രണ്ട് തൂണുകൾ തമ്മിൽ. ഒരു കവാടത്തിന്റെ വ്യാപ്തി പറഞ്ഞത് അത്ര വലുതായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ഈ ഹദീസ് ശഫാഅത്തുൽ ഉദ്മ എന്ന് പറയും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായിട്ടുള്ള മഖാമൻ മഹ്മൂദ, ശ്രേഷ്ഠമായ സ്ഥാനം നൽകുന്ന മഹത്തരമായിട്ടുള്ള ശഫാഅത്ത്, അതാണ് ഈ ഹദീസിൽ പറയുന്നത്. മറ്റൊരു നബിമാർക്കും ഇല്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിസാബ് തുടങ്ങാൻ വേണ്ടി, വിചാരണ തുടങ്ങാൻ വേണ്ടി അള്ളാഹുവിനോട് നടത്തുന്ന ശുപാർശയാണിത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശുപാർശയുണ്ട്, ഒരാളും അതിനെ നിഷേധിക്കുന്നില്ല. പല ആളുകളും സലഫികൾ ശുപാർശകളെ നിഷേധിക്കുന്നവരാണ്, ശഫാഅത്ത് ഇല്ല എന്ന് വാദിക്കുന്നവരാണ് എന്ന് പറയുന്നത് കാണാം. ഒരിക്കലുമില്ല. ഖുർആനിലും ഹദീസിലും പഠിപ്പിക്കപ്പെട്ട രീതിയിലുള്ള ശഫാഅത്ത് നമ്മൾ അംഗീകരിക്കും. അതല്ലാതെ ഈ കൂട്ടർ പറയുന്നത് പോലെ ഈ കൂട്ടർ അള്ളാഹുവിന്റെ അടുക്കൽ അവരുടെ ഏതെങ്കിലും വലിയോ സ്വാലിഹോ ആയ വ്യക്തി, ആ വ്യക്തിയോട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ചെന്ന് അള്ളാഹുവിനോട് പറഞ്ഞ് ഒരാളെ നരകത്തിലിടാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റി അയാളെ സ്വർഗത്തിലാക്കും എന്നുള്ള വിശ്വാസം നമുക്കില്ല. അള്ളാഹുവിന്റെ തീരുമാനം മാറ്റാൻ ഒരു സൃഷ്ടിക്കും കഴിയില്ല. അള്ളാഹു ഉദ്ദേശിച്ചൊരു കാര്യം മാറ്റാൻ ഒരു സൃഷ്ടിക്കും കഴിയില്ല. എന്നാൽ അള്ളാഹു തൃപ്തിപ്പെടുന്ന, അള്ളാഹു അനുവാദം നൽകിയ ആളുകൾ ശുപാർശയ്ക്ക് അർഹരാകും. ശുപാർശകന്മാരായിട്ടുള്ള ശാഫികളായിട്ടുള്ള ആളുകൾ, അത് നബിമാരുണ്ടാവും, സ്വാലിഹീങ്ങൾ ഉണ്ടാവും, ശുഹദാക്കൾ ഉണ്ടാകും, ഹുഫാദുകൾ ഉണ്ടാകും, പല ആളുകളും ഉണ്ടാകും. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം നൽകുന്ന ആദരവാണത്. ആരെയാണോ ശുപാർശ ചെയ്യേണ്ടത് അത് അള്ളാഹു തീരുമാനിക്കുന്നതാണ് അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരം. അതല്ലാതെ ഏതൊരാൾക്കും ഏതെങ്കിലും ഒരാൾ വഴി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ദുനിയാവിലെ ശുപാർശ പോലെ ശുപാർശ എവിടെ ഇല്ല? പരലോകത്ത് ഇല്ല. അതിലൊരു സംശയമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശുപാർശയുണ്ട്. ആ ശുപാർശ നമ്മൾ തേടണം. ആരോടാണ് തേടേണ്ടത്? അള്ളാഹുവിനോടാണ്. കാരണം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് ആർക്കാണ് ശുപാർശ നൽകേണ്ടതെന്ന് അള്ളാഹു അനുവാദം കൊടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലല്ല തീരുമാനം. അള്ളാഹു അനുവാദം കൊടുക്കുമ്പോൾ മാത്രമാണത്. അതുകൊണ്ട് തന്നെ നാം ശുപാർശ തേടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ ലഭിക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തണമെന്ന് നാം പ്രാർത്ഥിക്കണം. ആരോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടല്ല. നബിക്ക് അതിനുള്ള അധികാരമില്ല, നബിക്ക് അതിനുള്ള അവകാശം കൊടുത്തിട്ടില്ല. അള്ളാഹുവിനോട് നമ്മൾ തേടണം. ആ ഒരു ഫള് ലഭിച്ചുകൊണ്ട് സ്വർഗപ്രവേശനത്തിന് അർഹരാവാൻ അള്ളാഹുവിനോട് നമ്മൾ തേടണം. അപ്പൊ ഇത് അതിനുള്ള തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ ശഫാഅത്താണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്തൊരു റിവായത്ത്, അടുത്ത ഹദീസ് وعن ابن عباس رضي الله عنهما قال ابن عباس رضي الله عنه പറഞ്ഞു جاء إبراهيم عليه السلام بأم إسماعيل وابنها إسماعيل وهي ترضعه حتى وضعها عند البيت. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെയും ഇസ്മായിൽ നബിയുടെയും ചരിത്രമാണ് ഈ ഹദീസിൽ പറയുന്നത്. സുദീർഘമായിട്ടുള്ള ഹദീസാണ്, അവരുടെ ചരിത്രം മൊത്തം പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ആദ്യം തുടക്കം പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉമ്മു ഇസ്മായിൽ എന്ന് പറഞ്ഞാൽ ഹാജർ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സാറാ ബീവിയുമായിട്ട് പോയ ചരിത്രം. അവിടെ കാഫിറായ ഒരു രാജാവ് സാറാ ബീവിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും അതിന് സാധിക്കാതെ വരികയും ചെയ്ത് സാറാ ബീവിക്ക് അടിമയായി നൽകപ്പെട്ട ആളാരാണ്? ഹാജറ ബീവിയാണ്. സമ്മാനമായി നൽകിയതാണ്. പിന്നീട് സാറാ ബീവി തന്റെ ഭർത്താവായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അടിമയായ ഹാജർ ബീവിയെ നൽകുകയും അതിലാണ് പിന്നീട് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം ഇബ്രാഹിം നബിക്ക് ജനിക്കുകയും ചെയ്യുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇസ്മായിൽ നബിയെയും ഉമ്മു ഇസ്മായിലിനെയും കഅബയുടെ അടുക്കലേക്ക് മക്കയിൽ കൊണ്ടുപോയി ആക്കാൻ അള്ളാഹു കൽപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ മുലകുടി പ്രായത്തിലുള്ള ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെയും കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ നബിയുടെ ഉമ്മയെയും ഇസ്മായിൽ നബിയെയും കൊണ്ട് അവിടെ പോയി. ഹത്താ വവഅഹ ഇൻദൽ ബൈത്ത്, കഅബയുടെ അടുത്ത് അവരെ ആക്കി. عند دوحة فوق زمزم في على المسجد, ആ മസ്ജിദിന്റെ പ്രദേശത്ത് ഉയർന്ന ഭാഗമായിട്ടുള്ള സംസം ഇന്നുള്ള ആ ഭാഗത്ത് ഉയർന്ന ഭാഗത്തായിട്ടാണ് അവരെ ആക്കിയത്. വലൈസ ബിമക്കത യൗമഇദിൻ അഹദുൻ, അന്ന് ആ സമയത്ത് മക്കയിൽ ഒരാളും താമസമില്ല. വലൈസ ബിഹാ മാഉൻ, അവിടെ വെള്ളമില്ല. ഫവളഅഹുമാ ഹുനാക, രണ്ടുപേരെയും അവിടെ ആക്കി. വവളഅ ഇൻദഹുമാ ജിറാബൻ ഫീഹി തംറുൻ വസിഖാഉൻ ഫീഹി മാഉൻ,
അവിടെ ഒരു ചെറിയ തോൽപാത്രത്തിൽ കുറച്ച് ഈത്തപ്പഴവും അതുപോലെ ഒരു വെള്ളം കുടിക്കുന്ന ജഗ് പോലെയുള്ളതിൽ കുറച്ച് വെള്ളവും വെച്ചു. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ ആക്കി. ഇബ്രാഹിം മുൻതലിഖൻ, എന്നിട്ട് ഇവർ രണ്ടുപേരെയും അവിടെ ആക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിഞ്ഞു നടന്നു. ഫതബിഅത്ഹു ഉമ്മു ഇസ്മാഈൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിച്ചു പോരാണ്. ഒരു ഉപ്പ ഉമ്മാനെയും തന്റെ മകനെയും ഒരു സ്ഥലത്ത്, വിജനമായ ഒരു സ്ഥലത്താക്കി തിരിച്ചു പോവാണ്. അപ്പൊ ഈ ഉമ്മ പിന്നാലെ നടന്നു, തിരിച്ചു പോകണം, ഒന്നും പറയുന്നില്ല, പിന്നാലെ പോയി. ഫഖാലത്ത്, ചോദിച്ചു, യാ ഇബ്രാഹിം, ഇബ്രാഹിം, അയ്ന തദ്ഹബു വതത്റുകുനാ ബിഹാദൽ വാദി അല്ലദീ ലൈസ ഫീഹി അനീസുൻ വലാ ഷൈഉൻ, നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോണത്? ഞങ്ങൾ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു വസ്തു ഒന്നുമില്ലാത്ത ഈ സ്ഥലത്ത് ഞങ്ങൾ ഒറ്റക്കാക്കിയിട്ട് നിങ്ങൾ എങ്ങടാ പോണു ചോദിച്ചു. ഫഖാലത്ത് ലഹു ദാലിക മിറാറൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒന്നും മറുപടി അറിയുന്നില്ല, വീണ്ടും വീണ്ടും അത് ചോദിച്ചുകൊണ്ടിരുന്നു. വജഅല ലാ യൽതഫിതു ഇലൈഹാ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഖാലത്ത് ലഹു, വീണ്ടും ചോദിച്ചു, അല്ലാഹു അമറക ബിഹാദാ, അല്ലാഹു ആണോ നിങ്ങളോട് കൽപ്പിച്ചത്? ഞങ്ങളിവിടെ ഈ വിജനമായിട്ട് ഒന്നുമില്ലാത്ത ഈ സ്ഥലത്ത് കൊണ്ടുപോയിട്ടിട്ട് പോകാൻ അല്ലാഹു ആണ് കൽപ്പിച്ചത്. ഖാല, അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, നഅം, അതെ. ഖാലത്ത് ഇദൻ ലാ യുദയ്യിഉനാ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അല്ലാഹു പാഴാക്കില്ല. സുബ്ഹാനല്ലാഹ്, ഈ വാക്കിന്റെ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ ഇന്നും ഉംറയും ഹജ്ജും നിർവഹിക്കുമ്പോ ആളുകൾ ആ സഅയ് നടത്തുമ്പോ ആ ഹാജറിനെ, ഉമ്മു ഇസ്മായിലിനെ ഓർക്കുന്നത് ഈ ഒരു വാക്കിന്റെ അനന്തരഫലമാണ്. അങ്ങനെയാണെങ്കിൽ, അള്ളാഹു കൽപ്പിച്ചതാണെങ്കിൽ, ഇതെല്ലാം യുദയ്യിഉനാ, ഞങ്ങളെ പാഴാക്കില്ല, അള്ളാഹു ഞങ്ങളെ പാഴാക്കില്ല. തുമ്മ റജഅ, തിരിച്ചു പോന്നു. പിന്നെ ഭർത്താവിന്റെ പിന്നാലെ പോയിട്ടില്ല. നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരു മുലകുടി പ്രായമുള്ള ഒരു കുട്ടിയെ വെച്ചിട്ട് ഒരു സ്ത്രീയെ ആരോ ഇല്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടാക്കിയിട്ട് ഭർത്താവ് തിരിച്ചു പോകുമ്പോ ചോദിച്ചത് അള്ള പറഞ്ഞതാണോ? ഭർത്താവ് പറഞ്ഞു അതെ. ഒന്നും മിണ്ടാതെ തിരിച്ചു പോന്നു, ഒന്നും മിണ്ടാതെ തിരിച്ചു പോന്നു. ഭക്ഷണമല്ല, വെള്ളമല്ല, മനുഷ്യല്ല, വെളിച്ചല്ല, ഒരു സൗകര്യമില്ല, പിഞ്ചു കുഞ്ഞൊരു സ്ത്രീ ഒറ്റയ്ക്ക്. അതാണ് ഈമാനിന്റെ ശക്തിയാണത്. ഹാജറിൽ നിന്ന് ഉമ്മു ഇസ്മായിൽ നിന്ന് പഠിക്കേണ്ട പാഠത്തിൽ ഏറ്റവും വലിയ പാഠമാണ് ഈ വാക്ക്. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്നിടത്ത് ഒരിക്കലും അള്ളാഹു നമ്മെ പാഴാക്കില്ല, ഒരിക്കലും അള്ളാഹു നമ്മെ പാഴാക്കില്ല. അതിന് നമ്മൾ ഭൗതികമായിട്ട് എന്ത് നഷ്ടം സംഭവിച്ചാലും, ഭൗതികമായിട്ട് എന്ത് നമുക്ക് ആരുമില്ല എന്ന് തോന്നിയാലും, അല്ലെങ്കിൽ നമുക്കിനി എന്ത് എന്നുള്ള ഏതൊരവസ്ഥ വന്നാലും അള്ളാഹുവിന്റെ കൽപ്പന പൂർത്തീകരിക്കുന്നിടത്താണോ ഇതെല്ലാം യുദയ്യിഉനാ, അള്ളാഹു നമ്മെ പാഴാക്കില്ല. എന്നിട്ട് തിരിച്ചു കടന്നു. ഫൻതലഖ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പോയി. ഹത്താ ഇദാ കാന ഇൻദ സനിയ ഹൈസു ലാ യറൗന, അങ്ങനെ പോയിട്ട് ഒരു പാറക്കെട്ടിന്റെ അപ്പുറത്തേക്ക് എത്തി. ഉപ്പാക്ക് വിഷമമുണ്ട്, പക്ഷെ അള്ളാഹിന്റെ കൽപ്പന നിറവേറ്റിയാണ്. അങ്ങനെ ഇവര് കാണാതെ, ഇവർക്ക് നോക്കിയാൽ കാണില്ല എന്നുള്ള സ്ഥലത്ത് അപ്പുറത്തേക്ക് എത്തിയപ്പോൾ ഇസ്തഖ്ബല ബിവജ്ഹിഹി അൽ ബൈത്ത്, കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തുമ്മ ദഅ ബിഹാഉലാഇ ദഅവാത്, അല്ലാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹു സൂറത്തു ഇബ്രാഹിമിൽ പറയുന്നുണ്ട്, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുരിയതി ബിവാദിൻ ഗൈരി ദി ദർഇൻ എന്ന് തുടങ്ങുന്ന, അള്ളാഹ് ഞാനിത് എന്റെ കുടുംബത്തെ ഇവിടെ ഇട്ടിട്ട് പോവാണ്. അവര് നിസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അവരിലേക്ക് നീ കായ്കനികളെയും ജനങ്ങളുടെ ഹൃദയത്തെയും എല്ലാം തിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഔപ്പ് തിരിച്ചുപോയി. ജഅലത് ഉമ്മു ഇസ്മായിൽ തുർലിഉ ഇസ്മായിൽ വതശ്റബു മിൻ ദാലികൽ മാ, ഉമ്മു ഇസ്മായിൽ ഹാജർ എന്ത് ചെയ്തു? തന്റെ മകന് പാല് കൊടുത്തു, അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തിൽ നിന്ന് വെള്ളം കുടിച്ചു. ഹത്താ ഇദാ നഫിദ മാ ഫി സിഖായി ആതിശത്, അങ്ങനെ ആ കുടിവെള്ള പാത്രത്തിലുള്ളത് തീർന്നുപോയി, ദാഹിക്കാൻ തുടങ്ങി. വഅതിശ ഇബ്നുഹ, ഇസ്മായിലിന് വെള്ളം കുടിക്കുന്നില്ല, ഇവര് വെള്ളം കുടിക്കുന്നില്ല, പിന്നെ എങ്ങനെ മുലപ്പാൽ ഉണ്ടാവുക? കുട്ടിയും കരയാൻ തുടങ്ങി. വജഅലത് തൻദുറു ഇലൈഹി യതലവ്വ ഔ ഖാല യതലബ്ബത് ഫൻതലഖത് കറാഹിയതൻ അൻ തൻദുറ ഇലൈഹി, അങ്ങനെ ആ പിഞ്ചു കുഞ്ഞ് വെള്ളത്തിന് ദാഹിച്ച് കരയാണ്. കരഞ്ഞിട്ട് ഇങ്ങനെ പെടയുന്നത് കാണുമ്പോ ഉമ്മാക്ക് വിഷമായിട്ട് ഹാജർ എന്ത് ചെയ്യുന്നില്ല? മോന്റെ ഭാഗത്തേക്ക് നോക്കുന്നില്ല, മോന്റെ ഭാഗത്തേക്ക് തല തിരിക്കാതെ തിരിഞ്ഞിരിക്കുകയാണ്. അത് കാരണം വെള്ളം കുടിക്കാൻ വെള്ളമല്ല. അപ്പൊ മോന്റെ ആ കൈയും കാലോട്ട് അടിക്കുന്നത്, വിശന്നിട്ട് കാണിക്കുന്ന അവസ്ഥ കണ്ടിട്ട്, ദാഹിച്ചിട്ട് കാണിക്കുന്ന അവസ്ഥ കണ്ട് നോക്കാൻ വയ്യാതെ ഉമ്മ മുഖം തിരിച്ചു. അങ്ങനെ എന്തെങ്കിലും കിട്ടുമെന്ന് അറിയണല്ലോ. അങ്ങനെ ഹാജർ നോക്കിയപ്പോ സൊഫയാണ് അവിടെ അടുത്തുള്ള ഉയർന്ന ഒരു പർവ്വതമായിട്ട് കണ്ടത്. ഫഖാമത്ത് അലൈ, അതിന്റെ മേലെ കയറി. ഇട് നോക്കി, താഴത്തോട്ടൊക്കെ നോക്കി, ആരെങ്കിലും ഒരാളെ കാണാനുണ്ടോ? കുറച്ച് വെള്ളം കിട്ടാൻ ആരെങ്കിലും ഉണ്ടോ? ഫലം തറാഹദൻ, ഒരാളുമില്ല. നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കണത്, നമ്മളെന്താ വെച്ചാൽ നമുക്ക് പലപ്പോഴും ഖുർആനിലെ ആയത്തുകളും ഖുർആനിലെ ചരിത്രങ്ങളും ഹദീസിലെ പാഠങ്ങളും കേട്ട് പല കഥാപുസ്തകം വായിക്കുമ്പോൾ കഥ പോലെ ആയി മാറാറുണ്ട്. ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ള
ഒരു സ്ത്രീയുടെ, ഒരു ഉപ്പാന്റെ, ഒരു മകന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു സ്ത്രീയുടെ അവസ്ഥ ആലോചിച്ച് നോക്കി, മുലകുടി പ്രായത്തിലുള്ള കുഞ്ഞ് ദാഹിച്ച് കരഞ്ഞ് പൊട്ടിക്കരയുമ്പോ കൊടുക്കാൻ ഒന്നുമില്ലാതെ തിരിഞ്ഞു നോക്കാൻ മടുത്തിട്ട് എന്തെങ്കിലും ഒരു തുള്ളി വെള്ളം കിട്ടുമെന്ന് അന്വേഷിച്ചിട്ട് ആ പർവ്വതത്തിന്റെ മേലെ കയറുക. സഫയിൽ നിന്ന് ഇറങ്ങി താഴ്വരയിലെത്തി. അങ്ങനെ നടക്കുമ്പോ തന്റെ വസ്ത്രം ഇങ്ങനെ തട്ടി തടഞ്ഞിട്ട് ആ അടിഭാഗം ഒന്ന് പിടിച്ചിങ്ങനെ പൊന്തിച്ചു വെച്ചു. പിന്നീട് ഓടി, വളരെ കഷ്ടപ്പെട്ടൊരു മനുഷ്യൻ ഓടുന്ന പോലെ അവിടുന്ന് ഓടി അപ്പുറത്തേക്ക്. അങ്ങനെ മർവയുടെ മേലെ എത്തി. അവിടെ ആ മർവയുടെ മേലെ കയറി. ആരെങ്കിലും കാണാണ്ടോ നോക്കി. ഫലം തറാഹദൻ, ആരും കാണാനില്ല. 7 തവണ അങ്ങനെ ചെയ്തു. قال ابن عباس رضي الله عنهما, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, قال النبي صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, فذلك سعي الناس بينهما, ഇതാണ് ഇന്ന് ജനങ്ങൾ ചെയ്യുന്ന സഫയുടെയും മർവയുടെയും ഇടയിൽ ചെയ്യുന്ന സഅയ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. സഹോദരങ്ങൾ ആലോചിക്കണം, ലക്ഷക്കണക്കിന് ആളുകൾ ഈ നിമിഷത്തിൽ, ഈ സമയത്ത് ഇപ്പോ സഫയുടെയും മർവയുടെയും ഇടയിൽ 10,000 അല്ലെങ്കിൽ ഉംറയ്ക്കായി ചില ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഓട്ടം ഓടുന്നുണ്ട്. എന്തിന്റെ പേരിലെന്നറിയോ? അത് ഓർക്കാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിന്റെ ദിക്ർ ഓർക്കാൻ വേണ്ടി. സഅയ് എന്തിനാ ഇപ്പൊ 2 പർവ്വതത്തിന്റെ ഇടയിൽ അങ്ങോട്ട് കൊണ്ട് ഓടുന്നത്? റസൂലുള്ളാഹി പറഞ്ഞ ദിക്റുല്ലാഹ്, ഇഖാമത്ത് ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ സ്മരണ നിലനിർത്താൻ വേണ്ടിയിട്ട്. എന്താ ഈ ചരിത്രത്തിലെ സ്മരണ? എന്താ? ആ സ്ത്രീ അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ഇതല്ല യുദയ്യിഉന, അള്ളാഹു ഞങ്ങളെ പാഴാക്കില്ല. എന്നിട്ട് അന്ന് അവിടുന്ന് ഓടിയ ഓട്ടം നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ഓർക്കണം. അന്ത്യനാള് വരെ മുസ്ലിമീങ്ങൾ അത് തുടർന്നുകൊണ്ടേയിരിക്കും. രാവും പകലും ഇല്ലാതെ അവിടെ നടക്കുന്നുണ്ട്. രാവും പകലും ഇല്ലാതെ ഏത് സമയത്ത് പോയാലും ഉണ്ടാവും അവിടെ, ഏത് സമയത്തും ഉണ്ടാവും തവാഫും സഅയും നടക്കുന്നത്. എന്തിനാണ്? നമ്മൾ ഓർക്കണം. ഒരു ചരിത്രം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഫലമ്മ അശ്റഫത് അലൽ മർവ സമിഅത് സൗതൻ, അങ്ങനെ 7ാമത്തെ തവണ മർവയിലെത്തിയപ്പോൾ ശബ്ദം കേട്ടു. ഫഖാലത്, അപ്പൊ പറഞ്ഞു, സഹ്, എന്താണെന്നുള്ളതിൽ പറഞ്ഞു, തുരീദു നഫ്സഹ ثم തസമ്മഅത്, അതായത് സ്വന്തത്തിൽ പറഞ്ഞു ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. അതായത് സഹ് എന്ന് പറഞ്ഞ അറബിയിൽ നിശബ്ദത പാലിക്കാനൊക്കെ പറയുന്ന വാക്കാണ്, ഉസ്കുത്ത് എന്നുള്ള അർത്ഥത്തിൽ പറയുന്ന വാക്കാണ്. അതായത് സ്വന്തത്തിൽ പറയണം, എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി ഒതുങ്ങിക്കാനുള്ള സ്വന്തത്തിൽ ഇങ്ങനെ പറഞ്ഞു. ثم തസമ്മഅത്, എന്നിട്ട് ശ്രദ്ധിച്ചു കേട്ടു നോക്കി. فسمعت ايضا, വീണ്ടും അതുപോലെ കേട്ടു. فقالت قد اسمعت ان كان عندك غواث, അപ്പൊ ഒരു ശബ്ദം കേട്ടു. അപ്പൊ ഇവര് പറഞ്ഞു, ഞാൻ നിന്നെ കേട്ടിട്ടുണ്ട്, നിന്റെ അടുക്കൽ എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ. فاذا هي بالملك عند موضع زمزم, അത് നോക്കുമ്പോണ്ട് ആ സമയത്ത് സംസം ഒഴുകുന്ന സ്ഥാനത്ത് ഒരു മലക്ക്. فبحث بعقبه او قال بجناحه حتى ظهر الماء, ആ മലക്ക് തന്റെ ചിറകിന്റെ അറ്റം കൊണ്ടോ അല്ലെങ്കിൽ തന്റെ കാലിന്റെ ഉപ്പൂറ്റി ആ ഭാഗം കൊണ്ടോ അവിടെ കുത്തിയിട്ട് അവിടുന്ന് വെള്ളം ഒഴുകാൻ തുടങ്ങി. فجعلت تحببه وتقول بيدها هكذا, അത് പോയിട്ട് ഹാജർ എന്ത് ചെയ്തു? അതൊരു ഹൗദിന്റെ രൂപത്തിൽ കെട്ടി, ഒരു ഒതുക്കി നിൽക്കുന്ന വെള്ളം ഒഴുകാൻ തുടങ്ങിയപ്പോൾ അതിനെ കെട്ടി നിർത്തുന്ന രീതിയിലാക്കി. وجعلت تغرف من الماء في سقائها وهو يفور بعدما تغرف, അങ്ങനെ ഒഴുകിക്കൊണ്ടേയിരുന്നു. അത് തന്റെ പാത്രത്തിലെല്ലാം ആക്കി അവിടെ വെച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വീണ്ടും പറയാണ്, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹിമല്ലാഹു ഉമ്മ ഇസ്മാഈൽ ലൗ തറകത് സംസം ഔ ഖാല ലൗ ലം തഗ്രിഫ് മിൻ അൽമാ ലകാനത് സംസം ഐനൻ മുഈന. അന്ന് പിന്നെ ഹാജർ അതിനെ കെട്ടി നിർത്തിയിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ സംസം എന്ന് ഒഴുകുന്ന ഒരു അരുവിയായി മാറുമായിരുന്നു. അള്ളാഹു അവർക്ക് റഹ്മത്ത് ചൊരിയട്ടെ എന്ന് പറഞ്ഞു. ഖാല ഫശരിബത്, എന്നൊരു ഹദീസ് പറയാണ്, അവര് കുടിച്ചു. വഅർളഅത് വലദഹ, അങ്ങനെ തന്റെ കുട്ടിക്ക് പിന്നെ മുലപ്പാലൊക്കെ കൊടുത്തു. ഫഖാല ലഹൽ മലക്, ആ സമയത്ത് മലക്ക് ഹാജറിനോട് പറഞ്ഞു, ലാ തഖാഫു അദ്ദൈഅ. നേരത്തെ ഹാജർ പറഞ്ഞതിനുള്ള മറുപടി ആയിട്ട് പറയാൻ. ഹാജർ എന്താ പറഞ്ഞത്? ഭർത്താവ് ഇട്ടിട്ട് പോകുമ്പോ എന്താ പറഞ്ഞത്? ഇതല്ല യുദയ്യിഉന. ഇവിടെ മലക്ക് വന്ന് ഹാജറിനോട് പറയാണ്, ലാ തഖാഫു അദ്ദൈഅ, നിങ്ങൾ പാഴായി പോകുന്നത് നിങ്ങൾ പേടിക്കണ്ട. അള്ളാഹ് ഞങ്ങളെ പാഴാക്കൂല എന്ന് പറഞ്ഞതിന് അള്ളാഹ് മലക്കിനയച്ച് പറയാണ്, നിങ്ങൾ പാഴായി പോകുന്ന ഒരു പേടിയും വേണ്ട. ഫഇന്നഹാ ഹുനാ ബൈതൻ ലില്ലാഹ്, ഇത് അള്ളാഹുവിന്റെ ഭവനമുള്ള സ്ഥലമാണ്. യബ്നീഹി ഹാദൽ ഗുലാമു വഅബൂഹു, ദാ ഈ കുട്ടിയും ഈ ഉപ്പയും കൂടിയിട്ട് ഈ ഭാഗത്ത് അതൊന്നുകൂടി പുതുക്കി പണിയുന്നതാണ്. വഇന്നല്ലാഹ
ലാ യുദയ്യിഉ അഹ്ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല. രണ്ടർത്ഥം, ഒന്നെങ്കിൽ ആ ഭവനത്തിന്റെ ആളുകളെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ആളുകളെ അള്ളാഹു എന്ത് ചെയ്യില്ല, പാഴാക്കി കളയില്ല. അള്ളാഹുവിന്റെ ആളുകളെ അള്ളാഹു പാഴാക്കി കളയില്ല. സഹോദരങ്ങളെ, ഇതൊരു വിശ്വാസത്തിന്റെ ദൃഢതയാണ്. ഇതാണ് നമ്മൾക്ക് അള്ളാഹുവിനോടുള്ള ഈമാനിൽ ഉണ്ടാവേണ്ടത്. ഇത് ഇത്രയും വലിയൊരു പരീക്ഷണത്തിൽ തെളിയിച്ചുകൊണ്ടാണ് ഇന്നും ആളുകൾ അതിനെക്കുറിച്ച് ഓർക്കുന്നത്. എന്താ ഈ ദുൽഹിജ്ജ 10-നും 9-നും 8-നുള്ള പിന്നെ ഹജ്ജിന്റെ സമയത്ത്, അതുപോലെ തന്നെ ഉംറ സമയത്ത് എന്താണ്, ഇതാണ് ഓർക്കേണ്ടത്. ഇത് നമ്മുടെ മനസ്സിൽ വരണം. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇത് ബന്ധിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ ചെറിയ എന്തെങ്കിലും നഷ്ടം വരുമ്പോ, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ഒറ്റപ്പെടുത്തുമ്പോ, അല്ലെങ്കിൽ എല്ലാവരും നമുക്കെതിരാവുമ്പോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോ നമ്മൾ ബേജാറായി പോവല്ല. അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കുകയാണോ, ഇതല്ല യുവയ്യന, അള്ളാഹു നമ്മളെ പാഴാക്കി കളയില്ല. ഇത് കേൾക്കുകയും വേണം, പ്രാവർത്തികമാക്കുകയും വേണം. എന്നിട്ട് മലക്ക് അങ്ങനെ പറഞ്ഞു, വകാനൽ ബൈതു മുർതഫിഅൻ മിനൽ അർളി കറാബിയ തഅതി അസ്സുയൂൽ ഫതഖുദു അൻ യമീനിഹി വഅൻ ശിമാലിഹി ഫകാനത് കദാലിക ഹത്താ മറത് ബിഹിം റുഫ്ഖതൻ മിൻ ജുർഹി. അതായത് അവിടെ എന്ത് ചെയ്തു, പിന്നെ ഹാജർ വരും, അവിടെ താമസം ആരംഭിച്ചു, അവിടെ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യം പറയാണ്. ഫകാനത് കദാലിക, അവരങ്ങനെ അവിടെ ജീവിച്ചു വരുന്ന സന്ദർഭത്തിൽ ഹത്താ മറത് ബിഹിം റുഫ്ഖത്തുൻ മിൻ ജുർഹും, ജുർഹും ഗോത്രത്തിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ, യഥാർത്ഥ അറബികളായിട്ടുള്ള, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ നബി എന്തല്ല, അറബികളായിട്ടുള്ളതല്ല, യഥാർത്ഥ അറബികളായിട്ടുള്ള ഗോത്രമാണ് ജുർഹൂം എന്നുള്ളത്. അവര് ആ വഴിക്ക് വന്നു. അല്ലെങ്കിൽ ജുർഹൂമിലെ ഒരു കൂട്ടം കുടുംബ ആളുകൾ വന്നു. ഫനസലു ഫി അസ്ഫലി മക്ക, അവര് മക്കയുടെ കുറച്ച് അപ്പുറത്തെ ഒരു പ്രദേശത്ത് വന്നു നിന്നു. ഫറഔ ത്വാഇറൻ ആയിഫൻ, അവരങ്ങനെ നോക്കുമ്പോ അവിടെ ഒരു പക്ഷി പറക്കുന്നത് കണ്ടു. ഫഖാലു, അവർ പറഞ്ഞു, ഇന്ന ഹാദ ത്വാഇറ ലയദൂറു അലാ മാ, ഇവിടെ ഒരു പക്ഷി പറക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവണം, വെള്ളം ഉണ്ടാവണം. വെള്ളം ഉണ്ടെങ്കിൽ അവിടെ പക്ഷി ഉണ്ടാവുള്ളൂ. ലഅഹ്ദുനാ ബിഹാദൽ വാദി വമാ ഫീഹി മാ, അപ്പൊ ഇവിടെ വെള്ളമുണ്ടെന്ന് അവർ മനസ്സിലാക്കി. ഫർസലു ജരിയൻ ഔ ജരിയൻ, അവരങ്ങനെ അത് അന്വേഷിക്കാൻ വേണ്ടി കുറച്ച് ആളുകളെ വിട്ടു. ഫൈദാഹും ബിൽമാ, അവരങ്ങനെ വെള്ളം കണ്ടു. ഫറജഉ ഫഅഖ്ബറൂഹും, അവരങ്ങനെ അറിയിച്ചു, അവിടെ വെള്ളം ഉണ്ടെന്ന് അറിയിച്ചു. ഫഅഖ്ബലു വ ഉമ്മു ഇസ്മാഈൽ ഇൻദൽ മാ, അങ്ങനെ അവര് വന്നപ്പോ അവിടെ ആരുണ്ട്, ഉമ്മു ഇസ്മായിൽ ഉണ്ട്, ജംസമിന്റെ അടുത്ത് ഉമ്മു ഇസ്മായിൽ ഉണ്ട്. ഫഖാലു, അങ്ങനെ അവര് ചോദിച്ചു, അതഅ്ദനീന ലനാ അൻ നൻസില ഇൻദക്, നിങ്ങളുടെ അടുത്ത് ഇവിടെ ഞങ്ങൾ താമസിക്കാനുള്ള അനുവാദം നൽകുമോ, ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങാനുള്ള അനുവാദം നൽകുമോ? ഖാലത് നഅം, ആയിക്കോട്ടെ, കുഴപ്പമില്ല പറഞ്ഞു. വലാകിൻ ലാ ഹഖ്ഖ ലകും ഫിൽ മാ, പക്ഷെ വെള്ളത്തിന്റെ മേലെ നിങ്ങൾക്ക് എന്തില്ല, ഒരു അവകാശവും ഉണ്ടാവില്ല. വെള്ളത്തിന്റെ മേലെ അവകാശം ഉണ്ടാവൂല, വെള്ളം കുടിക്കാൻ കൊടുക്കൂല എന്നല്ല, വെള്ളത്തിന്റെ മേലെ അധികാരം ഉണ്ടാവൂല. ഖാലു നഅം, അവർ പറഞ്ഞു ശരി. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഅൽഫ ദാലിക ഉമ്മു ഇസ്മാഈൽ വഹിയ തുഹിബ്ബുൽ ഉൻസ്, പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് അങ്ങനെ ഇഷ്ടമായി കുറെ കാലമായിട്ട് ജീവിക്കുകയായിരുന്നു. അങ്ങനെ അവര് വന്നപ്പോ ഉമ്മു ഇസ്മായിൽ അവർക്ക് അനുവാദം കൊടുത്താണ്. ഫനസലു, അങ്ങനെ അവരെ ഇറങ്ങി. ഫാർസലു ഇലാ അഹ്ലിഹിം ഫനസലു മഅഹും, അങ്ങനെ അവരുടെ കുടുംബക്കാരും അവരൊക്കെ അവിടെ വരാൻ തുടങ്ങി. ഹത്താ ഇദാ കാനൂ ബിഹാ അഹ്ല അബിയാത്തിൻ വശബ്ബൽ ഗുലാം, അങ്ങനെ അവരവിടെ താമസിക്കാൻ തുടങ്ങി. ഇസ്മായിൽ അലൈഹിസ്സലാം വലുതാവാൻ തുടങ്ങി, യുവാവായി മാറി. വതഅല്ലമൽ അറബിയ്യത മിൻഹും, ജുർഹൂം ഗോത്രത്തിൽ നിന്ന് അറബി പഠിച്ചു. അതായത് ഇസ്മായിൽ നബിയോ ഇബ്രാഹിം നബിയോ, ഇസ്മായിൽ ഇബ്രാഹിം എന്നുള്ള പേര് പോലും യഥാർത്ഥ അറബി വാക്കല്ല, അത് അവരുടെ കാലത്തുണ്ടായിരുന്ന, അന്ന് അവരുടെ നാട്ടിലുണ്ടായിരുന്ന ഭാഷകളാണ്. അത് അറബിയല്ല, അജമി എന്ന് പറയും, അറബിയല്ല. ഇസ്മായിൽ നബി അലൈഹിസ്സലാം ജുർഹൂം ഗോത്രത്തിൽ നിന്ന് അറബി പഠിക്കുകയും പിന്നീട് അതിന്റെ സന്താന പരമ്പരയിലുള്ളവരെ അറബികൾ എന്ന് അങ്ങനെ വന്നതാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയാറുണ്ട്, ആരാണോ അറബി പഠിക്കുന്നത് അവരെല്ലാം അറബികളാണ്. അറബികൾ എന്നുള്ളത് ആരാണോ അറബി ഭാഷ പഠിക്കുന്നത്, അറബി ഭാഷയിൽ അറിവുള്ളത്, അവരെല്ലാം അറബികളാണ്. കാരണം ഇസ്മായിൽ നബി അലൈഹി സ്വലാം അറബി പഠിച്ചിട്ടാണ് സന്താന പരമ്പര അറബികളായത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. എന്നിരുന്നാലും ഇസ്മായിൽ നബി അലൈഹി സ്വലാം വളർന്നു വലുതായി അവരിൽ നിന്ന് അറബി പഠിച്ചു. അങ്ങനെ അവർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിവാഹപ്രായം എത്തിയപ്പോൾ അവരുടെ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ ഇസ്മായിൽ നബി അലൈഹി സ്വലാം വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. വമാതത് ഉമ്മു ഇസ്മായിൽ, ഹാജർ പിന്നീട് മരണപ്പെടുകയുണ്ടായി. ഫജാഅ ഇബ്രാഹീമു ബഅദമാ തസവ്വജ ഇസ്മായിൽ യുതാലിഉ തരികതഹു, അങ്ങനെ പിന്നെ ഒരുപാട് കാലത്തിന് ശേഷം എന്തിനു വന്നു, ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഇതിന്റെ ഇടയിൽ മറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അറവിന്റെയും ബാക്കിയുള്ള സന്ദർഭങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഇതിൽ പറയുന്നില്ല. പിന്നെ എന്തു വന്നു,
ഇസ്മായിൽ നബി വിവാഹം കഴിച്ച് കുടുംബമായി ജീവിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പിന്നീട് ഒരിക്കൽ വന്നു. ഫലം യജിദ് ഇസ്മായിൽ, വീട്ടിൽ വന്നപ്പോ ഇസ്മായിൽ നബി അവിടെ അല്ല, ഇസ്മായിൽ നബി പുറത്തു പോയിരിക്കുകയാണ്. ഫസഅല ഇംറഅതഹു അൻഹു, അങ്ങനെ വീട്ടിലുണ്ടായിരുന്ന ഭാര്യയോട് ചോദിച്ചു, എന്താണ് ഇസ്മായിലിന്റെ വിവരം ചോദിച്ചു. ഫഖാലത്, അവർ പറഞ്ഞു, ഖറജ യബ്തഗി ലനാ വഫീ റിവായത്തിൻ യസീദു ലനാ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കൊണ്ടുവരാൻ, വേട്ടയാടാനോ അല്ലെങ്കിൽ അതിനോ പോയിക്കാണ് പറഞ്ഞു. തുമ്മ സഅലഹാ അൻ ഐശിഹിം വഹൈഅതിഹിം, പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചു, ഭാര്യയ്ക്ക് അറിയില്ല ഇത് എന്റെ ഭർത്താവിന്റെ ഉപ്പയാണ്, ഇസ്മായിൽ നബിയുടെ ഉപ്പയാണെന്ന് അറിയില്ല. ഇബ്രാഹിം നബി ചെന്നിങ്ങനെ ചോദിക്കുക, എന്താ നിങ്ങളുടെ അവസ്ഥ, ജീവിതമൊക്കെ എങ്ങനെ പോണു എന്നൊക്കെ ചോദിച്ചു. ഫഖാലത്, അപ്പൊ പറഞ്ഞു, നഹ്നു ബിശർരിൻ, ഞങ്ങൾ ഭയങ്കര ദുരിതത്തിലാണ്. നഹ്നു ഫീ ദീഖിൻ വശിദ്ദത്തിൻ, കഷ്ടപ്പാടും പട്ടിണിയൊക്കെയാണ്. വശഖത് ഇലൈഹി, തന്റെ ദുഃഖമൊക്കെ ആ സ്ത്രീ ഇബ്രാഹിം നബി അലൈഹി സ്വലാമോട് പറഞ്ഞു. ഖാല, അപ്പോ പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഈ ഭാര്യയോട് പറയാണ്, ഇസ്മായിൽ നബിയുടെ ഭാര്യയോട് പറയാണ്, ഫൈദാ ജാഅ സൗജുകി ഇഖ്റഇ അലൈഹിസ്സലാം, നിന്റെ ഭർത്താവ് വന്നാൽ എന്റെ സലാം പറയണം. വഖൂലി ലഹു യുഗയ്യിർ അതബത ബാബിഹി, നീ പറയണം അവനോട് വീടിന്റെ ഉമ്മറപ്പടി മാറ്റി വെക്കണം, നീ പറയണം, വീടിന്റെ ഉമ്മറപ്പടി മാറ്റി വെക്കണം എന്ന് നീ അവനോട് പറയണമെന്ന് പറഞ്ഞു. ഫലമ്മാ ജാ ഇസ്മായിൽ കഅന്നഹു ആനസ ശൈഅൻ, അൻ ഇസ്മായിൽ തിരിച്ചു വന്നപ്പോ ഫഖാല ഹൽ ജാഅകും മിൻ അഹദിൻ, ഒരാൾ വന്നിട്ടുണ്ട് തോന്നി. അപ്പൊ ചോദിച്ചു, ആരെങ്കിലും വന്നോ ചോദിച്ചു. ഖാലത് നഅം, വന്നിട്ടുണ്ട്. ജാഅനാ ശൈഖുൻ കദാ വകദാ, ഇന്നാലിന്ന രൂപത്തിലുള്ള ഒരു വയസ്സായ ഒരാൾ വന്നു. ഫസഅലനാ അൻക ഫഅഖ്ബർതുഹു, നിങ്ങളെ പറ്റി ചോദിച്ചു, ഞാൻ പറഞ്ഞു, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഫസഅലനി, എന്നോട് ചോദിച്ചു, കൈഫ ഐശുന, നമ്മുടെ ജീവിതം എങ്ങനെയാണ് ചോദിച്ചു. ഫഅഖ്ബർതുഹു അന്നാ ഫീ ജഹദിൻ വശിദ്ദ, നമ്മൾ ഞെരുക്കത്തിലും കഷ്ടപ്പാടില്ല എന്നൊക്കെ പറഞ്ഞു. ഖാല ഫഹൽ ഔസാകി ബിശൈഇൻ, എന്തെങ്കിലും കാര്യം ഉപദേശിച്ചോ. ഖാലത് നഅം, ഉപദേശിച്ചു. അമറനി അൻ അഖ്റ അലൈക സലാം, നിങ്ങളോട് സലാം പറയാൻ പറഞ്ഞിട്ടുണ്ട്. വയഖൂൽ ഗയ്യിർ അതബത ബാബിക്, വീടിന്റെ ഉമ്മറപ്പടി മാറ്റാനും പറഞ്ഞിട്ടുണ്ട്. ഖാല ദാക അബി വഖദ് അമറനി അൻ ഉഫാരിഖകി, അതെന്റെ ഉപ്പയാണ്, എന്റെ ഉപ്പ എന്നോട് പറഞ്ഞത് നിന്നെ ഒഴിവാക്കണം എന്നാണ്, നിന്നെ ത്വലാഖ് ചെയ്യണം, ഒഴിവാക്കണം എന്നാണ്. ഇൽഹഖി ബി അഹ്ലിക്, അങ്ങനെ നീ നിന്റെ കുടുംബത്തിലേക്ക് പോയിക്കോ എന്ന് ഇസ്മായിൽ നബി പറഞ്ഞു. ഫതല്ലഖഹാ വതസവ്വജ മിൻഹു മുഖറ, അവളെ ത്വലാഖ് ചെയ്യുകയും വേറൊരു സ്ത്രീ വിവാഹം കഴിക്കുകയും ചെയ്തു. ഫലബിസ അൻഹും ഇബ്രാഹിം മാഷാ അല്ലാഹ്, അങ്ങനെ പിന്നെ കുറച്ചു കാലം കഴിഞ്ഞു, അങ്ങനെ അവിടെ ജീവിച്ചു കഴിഞ്ഞിട്ട് തുമ്മ അതാഹും ബഅദു ഫലം യജിദ്ഹു, കുറച്ചു കാലം കഴിഞ്ഞിട്ട് വീണ്ടും ഇബ്രാഹിം നബി അലൈഹി സ്വലാം വന്നു, ഇസ്മായിൽ നബിനെ കാണാൻ വീട്ടിൽ വന്നു. അവിടെ ഇസ്മായിൽ നബി ഉണ്ടായിരുന്നില്ല. ഫദഖല അലാ ഇംറഅതിഹി ഫസഅല അൻഹു, അങ്ങനെ വീട്ടിലുള്ള ഇസ്മായിൽ നബിയുടെ ഭാര്യയോട് ചോദിച്ചു ഇബ്രാഹിം നബിനെ പറ്റിയിട്ട്. ഖാലത്ത്, പറഞ്ഞു, ഖറജ യബ്തഗി ലനാ ഖാല കൈഫ അൻതും, ചോദിച്ചു എന്താണ് നിങ്ങളുടെ അവസ്ഥ ചോദിച്ചു. ഫസഅലഹ അൻ ഐശിഹിൻ വഹൈഅതിഹിം, ജീവിതം എങ്ങനെയാണെന്ന് ചോദിച്ചു. ഫഖാലത്ത്, അപ്പോ ആ സ്ത്രീ പറഞ്ഞു, നഹ്നു ബിഖൈരിൻ വസഅ, ഞങ്ങൾ നല്ല ഖൈറിലാണ്, ഒരു കുഴപ്പമില്ല, നല്ല റാഹത്താണ്. വഅസ്നത് അലാ അല്ലാഹ്, അല്ലാഹുവിനെ സ്തുതിച്ചു. ഫഖാല മാ തുആമുക്കും, എന്താ നിങ്ങളുടെ ഭക്ഷണം ചോദിച്ചു. ഖാലത്ത് അല്ലഹ്ം, മാംസമാണെന്ന് പറഞ്ഞു. ഖാല ഫമാ ശറാബുക്കും, എന്താ നിങ്ങളുടെ വെള്ളം പാനീയം ചോദിച്ചു. ഖാലത്ത് അൽമാ, വെള്ളമാണെന്ന് പറഞ്ഞു. ഖാല അല്ലാഹുമ്മ ബാരിക് ലഹും ഫിൽ ലഹ്മി വൽ മാ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, അല്ലാഹു നിങ്ങൾക്ക് മാംസത്തിലും വെള്ളത്തിലും ബർക്കത്ത് ചൊരിയട്ടെ. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലം യകുൻ ലഹും യൗമഇദിൻ ഹബ്ബൻ വലൗ കാന ലഹും ദആ ലഹും ഫീഹി, അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നാലും അവിടെ എന്തില്ല, ഈ ധാന്യങ്ങൾ അവിടെ നിന്ന് ഉണ്ടാവുമായിരുന്നില്ല, മറ്റൊരു ധാന്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഹുമാ ലാ യഖ്ലു അലൈഹിമാ അഹദുൻ ബിഗൈരി മക്ക ഇല്ലാ ലം യുവാഫിഖാഹു, മക്കയിലൊഴികെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് മാംസവും വെള്ളവും മാത്രമായിക്കൊണ്ട് ഒരാൾക്ക് ജീവിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. മക്കയിലാണെങ്കിൽ അവിടുത്തെ കാലാവസ്ഥയിൽ മക്കാർക്ക് മാംസവും വെള്ളവും മാത്രം കഴിച്ചിട്ട് ഒരു കുഴപ്പവുമില്ലാതെ ജീവിക്കാൻ സാധിക്കും. മറ്റുള്ള ആളുകൾക്ക് മറ്റുള്ള സ്ഥലത്ത് പൊതുവെ അതിന് സാധിക്കില്ല എന്ന് പിന്നെ പറയുകയാണ്. ഇതിന് വേറെയും ചില റിവായത്തുകളുണ്ട്. ഞാൻ ഇതിന്റെ ബാക്കി ഇതേ സംഭവം വേറെ റിവായത്തുകളുണ്ട്, നമ്മൾ വായിക്കുന്നില്ല. വേറെ ചില പിന്നെ ഇതിന് ശേഷം നടന്ന ചില കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ രണ്ടാമത്തെ തവണയും വന്നിട്ട് പിന്നെയും ആര് വന്നു, ഇബ്രാഹിം നബി അലൈഹി സ്വലാം വന്നു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വന്ന സന്ദർഭത്തിൽ
ثم جاء بعد ذلك وإسماعيل يبني نبلا له تحت دوحة قريبة من زمزم. അങ്ങനെ മൂന്നാമത്തെ തവണയും ഇബ്രാഹിം നബി അലൈഹി സ്വലാം വരും. ശരിക്കും ഇത് നമ്മൾ ആലോചിച്ച് നോക്കണം. അവിടുന്ന് ഒരുപാട് യാത്ര ചെയ്തിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വരുന്നത്. മൂന്നാമത്തെ തവണ വരുമ്പോ ഇസ്മായിൽ നബി സംസമിന്റെ അടുക്കൽ നിന്നുകൊണ്ട് തന്റെ അമ്പല്ല കുന്തം പോലെയുള്ളത് മൂർച്ചയായിക്കൊണ്ട് വേട്ടയാടാൻ ഉപയോഗിക്കുന്ന മൂർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഫലമ്മാ റആഹു ഖാമ ഇലൈഹി. അങ്ങനെ പിന്നെ ഇബ്രാഹിം നബിനെ കണ്ടപ്പോ ഇസ്മായിൽ നബി അലൈഹി സ്വലാം എഴുന്നേറ്റ് ചെന്നു. ഒരു ഉപ്പയും മകനും തമ്മിൽ കണ്ടാ ചെയ്യുന്നതൊക്കെ അവർ ചെയ്തു, പരസ്പരം ആലിംഗനം ചെയ്യുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, യാ ഇസ്മായിൽ ഇന്നല്ലാഹ അമറനീ ബിഅംരിൻ, അല്ലാഹു എന്നോട് ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ട്. ഖാല ഫസ്ന' മാ അമറക റബ്ബുക്, നിങ്ങൾ റബ്ബ് എന്താണോ കൽപ്പിച്ച് അത് ചെയ്തുകൊള്ളുക. വതുഈനുനി, നീ എന്നെ സഹായിക്കുമോ? ഖാല ഉഈനുക്, ഞാൻ നിങ്ങളെ സഹായിക്കും. ഖാല ഫഇന്നല്ലാഹ അമറനീ അൻ അബ്നിയ ബൈതൻ ഹാഹുനാ, അള്ളാഹു ഇവിടെ ഒരു വീടുണ്ടാക്കാൻ, ഭവനം ഉണ്ടാക്കാൻ, ബൈത്ത് ഉദ്ദേശിച്ചത് അള്ളാഹുവിനും ഇബാദത്ത് ചെയ്യുന്ന മസ്ജിദ് ഉണ്ടാക്കാൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. വശാറ ഇലാ അക്മത്തിൻ മുർതഫിയത്തിൻ അലാ മാ ഹൗലഹ, ഇന്ന് കഅബയുള്ള സ്ഥലത്തേക്ക് ചൂണ്ടിക്കാണിച്ചു. ഫഇൻദ ദാലിക റഫഅൽ ഖവാഇദ മിനൽ ബൈത്ത്, അവിടെ വെച്ചിട്ടാണ് ഇബ്രാഹിം നബിയിലും ഇസ്മായിൽ നബിയും കൂടിയിട്ട് എന്തുണ്ടാക്കുന്നത്? ആ ഭവനം നിർമ്മിക്കുന്നത്. ഫജഅല ഇസ്മാഈൽ യഅതി ബിൽ ഹിജാറ വഇബ്രാഹിം യബ്നി ഹത്താ ഇദാ ഇർതഫഅൽ ബിനാ, ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഓരോ കല്ല് കൊണ്ടുവരും, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഓരോന്ന് അട്ടിയായിട്ട് വെക്കും. അങ്ങനെ അവർ വെക്കാൻ തുടങ്ങി. ജാ ബിഹാദൽ ഹജർ ഫവളഅഹു ലഹു ഫഖാമ അലൈഹി, അങ്ങനെ കല്ല് വെച്ച് ഉയരം കൂടുമ്പോ പിന്നീട് വെക്കാൻ ഉയരം കിട്ടായിട്ട് ഇന്നുള്ള പിന്നെ മഖാം ഇബ്രാഹിം എന്ന് പറയുന്ന ആ കല്ല് അത് കൊണ്ടുവന്ന് വെച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതിന്റെ മേലെ നിന്നിട്ടാണ് പിന്നീടുള്ള കല്ലുകൾ എടുത്തു വെച്ചത്. വഹുവ ഇബ്നു ഇസ്മാഈൽ യുനാവിലുഹു വഹുമാ യഖൂലാൻ, അവർ രണ്ടുപേരും അത് വൈത്തുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, റബ്ബേ ഞങ്ങളിൽ നിന്ന് ഇത് നീ സ്വീകരിക്കണമേ, നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണല്ലോ എന്നവര് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഈ റിവായത്തിന്റെ പിന്നെ അവസാനമുള്ളത്. വേറെയും ചില റിവായത്തുകൾ കൊടുത്തിട്ടുണ്ട്, എല്ലാത്തിലും ഇതേ ആശയം തന്നെയാണ് വന്നിട്ടുള്ളത്. ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഹദീസിൽ വിശദീകരിച്ചിട്ടുള്ളത്. പിന്നെ ഇടയിലുള്ള അറുക്കാൻ കൊണ്ടുപോയതും ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടില്ല എന്ന് മാത്രം. അപ്പൊ ഇതിൽ നമുക്ക് പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ, ഒന്ന് ഹാജർ ഉമ്മു ഇസ്മായിൽ സഈദിന്റെയും അവർ കാണിച്ച അള്ളാഹുലുള്ള തവക്കുലിന്റെയും അള്ളാഹുലുള്ള റജാവിന്റെയും അള്ളാഹുൽ കാര്യങ്ങൾ ഏൽപ്പിച്ച യഖീനിന്റെയും ചരിത്രം. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആവട്ടെ ഇസ്മായിൽ നബി ആവട്ടെ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്നിടത്ത് അവർക്കുണ്ടായിരുന്ന പരിപൂർണത, അതുപോലെ അള്ളാഹുവിനോട് കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി ഒരു ദുആ ചെയ്തത്, ധാരാളം പാഠങ്ങൾ ഈ ഹദീസിൽ നമുക്ക് കാണാം. അടുത്ത ഹദീസ് ഈ കിതാബിലെ പിന്നെ അതായത് പിന്നെ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന മൻസൂറാത്തിൽ അവസാനത്തെ ഹദീസാണ്. وعن سعيد بن زيد رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول الكمأة من المن وماؤها شفاء للعين متفق عليه. കംഅത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു തരം കൂണിന്റെ ഇനത്തിൽപ്പെടുന്ന ഒരു ഭക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതിന് മലയാളത്തിൽ പ്രത്യേകിച്ച് പേര് കണ്ടില്ല, പിന്നെ ഇംഗ്ലീഷിൽ ട്രഫിലോ എന്തോ മറ്റോ പറയും. അത് കൂണിന്റെ ഇനത്തിൽപ്പെടുന്ന ഭക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. അൽകംഅതു മിനൽ മൻ, അത് മഞ്ഞിൽപ്പെട്ടതാണ്. മഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബനു ഇസ്രായേലുകൾക്ക് അല്ലാഹു തആല സ്വർഗത്തിൽ നിന്ന് ഇറക്കി കൊടുത്ത ഭക്ഷണം മന്നു സെൽവ. അതിൽ ആ മഞ്ഞിന്റെ ഇനത്തിൽപ്പെട്ട കാര്യമാണ് അൽകംഅത്ത് എന്നുള്ളത്. വമാഉഹാ ശിഫാഉൻ ലിൽ ഐൻ, അതിന്റെ വെള്ളം, അതിന്റെ ഒരു നീര്, അത് കണ്ണിന്റെ രോഗങ്ങൾക്ക് ഷിഫ ആണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങളും, ഹബ്ബത്തു സൗദ കരിഞ്ജീരകം അല്ലെങ്കിൽ തേന്, അതുപോലെ ഓരോ വസ്തുക്കൾ, വേറെ പല വസ്തുക്കളെയും കുറിച്ച് അതിന്റെ ഷിഫ ഉണ്ട്, ഇന്ന രോഗത്തിനുള്ള ഷിഫ ഉണ്ട്, ഇന്ന രോഗത്തിന് അത് ഗുണം ചെയ്യുമെന്ന് നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടൊരു കാര്യമാണ് അൽകംഅത്ത് എന്നുള്ളത്. അതിന്റെ മലയാളം ഞാൻ നോക്കി കൃത്യമായിട്ട് മലയാളം വാക്ക് കണ്ടില്ല. കൂണിന്റെ ഇനത്തിൽപ്പെടുന്ന, പ്രത്യേകിച്ച് കഷ്ടപ്പെടാതെ തന്നെ വളരുന്ന, എന്നാൽ വാങ്ങുകയാണെങ്കിൽ വളരെ വിലപിടിപ്പുള്ള ഒരു വസ്തുവായിട്ടൊന്ന് മാറിയിട്ടുള്ളതാണ് കംഅത്ത് എന്ന് പറയും. അറബിയിൽ തന്നെ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ ചിത്രങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതിന്റെ കൃത്യമായ മലയാളം അല്ലാഹു അലം. അപ്പൊ അതിന് ഇങ്ങനെ ഗുണമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കിതാബോട് അവസാനിച്ചു. ഇനി റിയാദുസ് സാലിഹീൻ എന്ന കിതാബിലെ അവസാനത്തെ കിതാബ് 19ാമത്തെ കിതാബാണ് കിതാബുൽ ഇസ്തിഗ്ഫാർ. അവസാനത്തെ ഈ ഹദീസ് ഗ്രന്ഥത്തിൽ 1900ഓളം ഹദീസുകളുള്ള ഈ കിതാബിൽ അവസാനത്തെ കിതാബാണ് കിതാബുൽ ഇസ്തിഗ്ഫാർ. നമുക്കറിയാം
ഏതൊരു അമലിന്റെയും അവസാനത്തിൽ ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നുള്ളത് പഠിപ്പിക്കപ്പെട്ടുള്ള കാര്യമാണ്. നിസ്കാരത്തിന് ശേഷമാവട്ടെ ഏതൊരു സൽപ്രവർത്തനം ചെയ്താലും തന്റെ തിന്മകൾ, ന്യൂനതകൾ അത് മറച്ചു വെക്കാൻ വേണ്ടി അത് പുറത്തു കിട്ടാൻ വേണ്ടി, അതിന്റെ കുറവുകൾ പുറത്തു കിട്ടാൻ വേണ്ടി ഇസ്തിഗ്ഫാർ തേടുക എന്നുള്ളത്. അതുകൊണ്ടായിരിക്കണം ഇമാം നവവി റഹിമഹുല്ലാഹ് ഈ മഹത്തായ ഗ്രന്ഥം ക്രോഡീകരിച്ച അവസാനത്തിൽ കിതാബുൽ ഇസ്തിഗ്ഫാർ കൊടുത്തിട്ടുള്ളത്. ഇതിൽ 2 ബാബാണുള്ളത്. ഒന്ന് ഇസ്തിഗ്ഫാറിനുമായി ബന്ധപ്പെട്ട ഹദീസുകളും, രണ്ടാമത്തേത് നാളെ സ്വർഗത്തിൽ അള്ളാഹു അടിമകൾക്ക് ഒരുക്കിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നതും. അതിലാണ് ഈ കിതാബ് അവസാനിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ദർസിൽ നമുക്ക് നോക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.